പണിയായിരുന്നു കേട്ടോ കിച്ചണിൽ. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു. ചായ കുടിക്കാമെന്ന് ഓർത്തു. ഇന്ന് കുറച്ച് ചുക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയോ ചുക്കപ്പം? ചുക്കപ്പവും ബീഫ് ഫ്രൈ ആണത്. അതൊന്നും കൂടി രസമാണ്. നല്ലൊരു മലബാർ സ്നാക്കാണ്. കറുമുറാന്ന് നല്ല ചുക്കപ്പവും ബീഫ് ഫ്രൈ. പിന്നെ അപ്പം കുറച്ച് കട്ടൻ ചായ നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം ചുക്കപ്പത്തിൽ ചേർക്കുന്ന ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളത് നോക്കാം. അതിന് 500 ഗ്രാം ഫ്രൈ ചെയ്യാൻ പറ്റിയ ബീഫ്, ഒരുപാട് നെയ്യൊന്നും ഇല്ലാത്ത ബീഫ് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. കഴുകി ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ നാടൻ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് പാകത്തിന് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പരട്ടി വെക്കുക. കുറച്ച് നേരം പറ്റിയാൽ മതി, ഒരു അരമണിക്കൂറോളം. അപ്പോൾ ഇത്രയും ടൈം ഇല്ലെങ്കിൽ വേഗം വേവിച്ചെടുക്കാം, അപ്പോൾ കുഴപ്പമില്ല. ഇനി ചുക്കപ്പത്തിനുള്ളത് നോക്കാം. ഒരു ഉരുളിക്കകത്ത് 3.5 കപ്പ് വെള്ളവും 1/2 കപ്പ് തേങ്ങാപ്പാലും ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുകയാണ്. ഉപ്പ് പാകത്തിന് ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിക്കൊക്കെ പറ്റിയ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളവും തേങ്ങാപ്പാലും ഒരുമിച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കണില്ല. ആ വെള്ളം തിളച്ച് സൈഡിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് പൊന്തി അത് മൂടി വരണം. മൂടി വന്നതിന് ശേഷം നമുക്ക് ഒരു വലിയ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഇളക്കി തുടങ്ങാം. അപ്പോൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ തന്നെയാണ് ഈ കാണിക്കുന്നത്. പക്ഷെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരു 2 കപ്പ് പൊടിക്ക് 2 അല്ലെങ്കിൽ 2.5 കപ്പ് വെള്ളം അല്ലെങ്കിൽ പാലും ചേർത്ത വെള്ളം ഉപയോഗിക്കാറുള്ളൂ. ചുക്കപ്പത്തിന് ഞാൻ നേരെ ഡബിളാണ് എടുക്കുന്നത്. 3.5 കപ്പ് വെള്ളം, 1/2 കപ്പ് കനം കുറഞ്ഞ തേങ്ങാപ്പാലും. കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ആ പൊടി വെള്ളം ചേർന്ന് ഇങ്ങനെ കുക്കായി വരണം. അപ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത്. പിന്നെ ഓരോ പൊടിക്ക് ഇത്തിരി വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഫ്ലെയിം കുറച്ചിട്ടുണ്ട് ഈ സമയത്ത്. ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് ഇളക്കി ആ വെള്ളം നന്നായി വറ്റി വരുന്ന വരെ, ഒന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ആവി വരുന്നുണ്ട്. നന്നായി ഒന്ന് ആ വെള്ളം ചേർന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി മൂടി വെക്കാം 5 മിനിറ്റ്. ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ 1/2 ടീസ്പൂൺ കരിഞ്ജീരകം ഇതാണ് ചേർക്കുന്നത്. ചുക്കപ്പത്തിൽ 1/2 ടീസ്പൂൺ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് തീരെ കൂടി പോകണ്ട. ഇത് നമ്മൾ ആ കുഴച്ച് വെക്കുന്ന മാവിലേക്ക് ചേർക്കാൻ പോകുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നെയ്യ് മുഴുവൻ ഒഴിക്കണമെന്നില്ല. പക്ഷെ ആ വറുത്ത കരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചൂടൊന്ന് ആറിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. പത്തിരിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴക്കുന്നത്. അതേ സമയത്ത് കുക്കറിൽ ഞാൻ ആ പരട്ടി വെച്ച ബീഫ് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം, ഒരു 2-3 സ്പൂൺ, എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. 12-13 സ്റ്റീം എടുത്തതിൻ്റെ ബീഫ് വെന്തിട്ടാൻ കേട്ടോ. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ച് ഞാൻ ആ കരിഞ്ജീരകമൊക്കെ ചേർത്ത് നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഒന്നും കൂടി ക്രഞ്ചിയും ക്രിസ്പിയൊക്കെ ആയി കിട്ടുന്നതാണ്. എന്നാലും നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ എഗ്ഗില്ലാത്ത റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. നന്നായിട്ട് കുഴച്ച് ആ മാവ് നല്ല സോഫ്റ്റായി കിട്ടണം കേട്ടോ. ഇനി ഇത് ഞാൻ ഒരു 3-4 പങ്കാക്കി മാറ്റാൻ പോവാണ്, ഒരു വലിയ ബോളാക്കിയിട്ട്. പിന്നെ പത്തിരിക്ക് കുഴക്കണേലും കൂടുതൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാരണം എന്ന് വെച്ചാൽ ഈ പത്തിരി പരത്തണ അത്രയും വേഗത്തിൽ നമുക്ക് തീരില്ല അതിൻ്റെ പണി. ചെറിയ ചെറിയ ഉണ്ടകളാക്കി ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കണ്ടേ, അതിന് സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് ആ വെള്ളം കുറച്ച് അളവ് കൂടുതലാവുമ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയി വിണ്ട് പൊട്ടി പോവാതെ ഇരിക്കുള്ളൂ. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുന്നത്. എന്നാലും കുഴയ്ക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം. പിന്നെ നിങ്ങൾക്ക് ഈ കുഴയ്ക്കണ സമയത്ത് കൂടുതൽ വെള്ളമുള്ള പോലെ ഇങ്ങനെ ഒട്ടൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ചൂടുള്ളപ്പോൾ തന്നെ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചാൽ അതും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടും.
അങ്ങനെ കുഴച്ച മാവ് ഒരു 3-4 പങ്കാക്കി മാറ്റിയില്ലേ, അതിൽ നിന്ന് ഇനി ഓരോ പീസ് പിച്ചി എടുത്തിട്ട് ഇതുപോലെ തിരി പോലെ കൈയിൻ്റെ നടുക്ക് ഇട്ടിട്ട് ഉരുട്ടി തിരി പോലെ ഉരുട്ടി അങ്ങനെ നീളത്തിലുള്ള റോപ്പാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കനം വേണ്ട, പറ്റണ അത്രയും കനം കുറഞ്ഞ് നീളത്തിലുള്ള ഇതുപോലത്തെ തിരി ഷേപ്പ് ആക്കി എടുക്കാം. അങ്ങനെ എല്ലാ മാവും ഇതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ഈ ഓരോ നൂല് പോലത്തെ കഷ്ണം എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ നുള്ള് പിച്ചിയെടുക്കാം. ആ സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ പറ്റണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിക്കണത്, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കയ്യിൽ പറ്റിയേക്കുന്നത്. ഏത് എണ്ണയിലാണ് പൊരിക്കാൻ പോകുന്നത് അത് നമുക്ക് കയ്യിൽ പറ്റാം. അപ്പോൾ ഈ ചുക്കപ്പം പൊരിക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ പൊരിക്കണതാണ്. കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ പൊരിക്കാം. അപ്പോൾ ഞാനിത് വേഗം തീർക്കാനാണ് പരിപാടി, അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റിൽ തന്നെ പൊരിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഓരോ തിരി പീസിൽ നിന്ന് നമുക്ക് പിച്ചെടുത്ത പീസുകൾ കൈയിൻ്റെ നടുക്ക് വെച്ചിട്ട് എങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം. ആ 2 കൈയിൻ്റെയും ഈ ഭാഗങ്ങൾ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ചെറിയ അപ്പങ്ങൾ, നല്ല കാണാൻ വളരെ രസമുള്ള ഈ ചെറിയ അപ്പങ്ങളായിട്ട് കിട്ടും. കുഞ്ഞു ഇഡ്ഡലി പോലെ. അപ്പോൾ നമ്മൾ പിടിയൊന്നും ഉരുട്ടണ പോലെ അല്ല കേട്ടോ ഈ ചുക്കപ്പത്തിന് ഉരുട്ടണത്. പിടിയാകുമ്പോഴൊന്നുമില്ലെങ്കിൽ ആ നടുക്ക് കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത ഷേപ്പ് അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ ഷേപ്പ് അതുപോലെയാണ് ചെയ്യാറ്. ഇതല്ല, ചെറിയ അപ്പം, ചെറിയ ഇഡ്ഡലി ഒക്കെ പോലെ, വളരെ കുഞ്ഞ് മിനിയേച്ചർ സൈസ് ഇഡ്ഡലി ഒക്കെ പോലെ ഇരിക്കും കാണുമ്പോൾ. അതിന് വേണ്ടിയിട്ട് ഈ ചെറിയ നുള്ള് പിച്ചാൻ പാടുള്ളൂ, കൂടുതലായി പോകരുത്. എന്നിട്ട് 2 കൈൻ്റെ ഇടയിൽ ആ 2 കൈൻ്റെ ആ വീതിയുള്ള ഭാഗത്തിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കിട്ടുമ്പോൾ തന്നെ ആ ഷേപ്പ് എളുപ്പത്തിൽ കിട്ടും. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും. എന്നാലും ഈ മാവ് മുഴുവൻ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതാണ് ചുക്കപ്പത്തിന് അങ്ങനെയുള്ള ഒരു പണിയെന്ന് പറയാൻ, ഈ ഒരു സമയം. അങ്ങനെ കയ്യിൽ എണ്ണ തീരെ ഇല്ലാണ്ടായാലും ഒന്ന് പതുക്കെ ഒന്ന് തടവി കൊടുക്കാം. കുറച്ച് എണ്ണ മതി കേട്ടോ, ഒരുപാട് എണ്ണ വേണ്ട. അങ്ങനെ ആ മാവ് മുഴുവൻ തീരുന്ന വരെയും ഇതുപോലെ ഉരുട്ടി അപ്പങ്ങൾ ഉണ്ടാക്കി കളിക്കാം. അപ്പോൾ ഇവിടെ ഒരു പകുതി ഭാഗമായിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ബീഫ് തുറന്നു നോക്കിയപ്പോൾ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി നേരം തിളപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ വറ്റി കിട്ടിയത്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി ബീഫ് നന്നായി ഒന്ന് ഡ്രൈ ആയി ആ ഗ്രേവിയൊക്കെ പോകണ വരെ. ആ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്ന് ആദ്യം ഒരു അപ്പം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടി. പൊന്തി വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്യണതായിരിക്കും നല്ലത്. ഈ ചീനച്ചട്ടിക്ക് പറ്റിയ അത്രയും ഇട്ട ഉടനെ ഒന്നും ഇളക്കി കൊടുക്കാം. പതുക്കന അപ്പങ്ങൾ പൊട്ടിപ്പോവാതെ ഒന്ന് വിട്ടുകിടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് സ്ഥിരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി ഇളക്കിയാൽ മതി. അപ്പോൾ ബീഫും ഏകദേശം നന്നായിട്ട് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലെയിം ഓഫാക്കി വെച്ചേക്കാം. അപ്പോൾ ചുക്കപ്പം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കളറൊന്ന് മാറി തുടങ്ങും, ചെറുതായിന്ന് ചോന്ന് തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരുപാട് കടുത്ത കളറിൽ ആക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട, കൂടി പോകും. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ, ആ നടുക്കത്തെ ആ വെള്ളം ഒന്ന് മാറി കിട്ടിയാൽ വേഗം നമുക്ക് കോരിയെടുക്കാം. കോരാൻ സമയം വൈകി പോയാൽ ചിലപ്പോൾ ഇത്തിരി കളർ കൂടിപ്പോകാം. അപ്പോൾ നമ്മുടെ ചുക്കപ്പം കുറച്ചും കൂടി ഹാർഡാവും. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വെക്കാനാണ് പ്ലാനെങ്കിൽ ഒത്തിരിയും കൂടി ഫ്രൈ ചെയ്ത് ഇത്തിരിയും കൂടി കളർ കൂട്ടിയിട്ട് അപ്പോൾ ക്രിസ്പി നിൽക്കുള്ളൂ കൂടുതലും. പിന്നെ മുട്ട ചേർക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല, ഒന്നും കൂടി ക്രിസ്പി ആയിട്ടിരിക്കും. പക്ഷെ ഞാനിവിടെ എഗ്ഗൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടി. എനിക്ക് എഗ്ഗ് ചേർക്കാത്തതാണ് കൂടുതൽ ഇഷ്ടം തോന്നിയേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പിലും ട്രൈ ചെയ്ത് നോക്കാം, മുട്ട ചേർത്തതും മുട്ട ചേർക്കാണ്ടും.
അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് ഇനി വേഗം കോരിയേക്കാം. അങ്ങനെ നമുക്ക് എണ്ണ ഒന്നും കൂടി ചൂടായി വരുമ്പോൾ അടുത്ത ബാച്ച് അതുപോലെ ഒരു 3-4 ബാച്ചിൽ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ ലൈൻ ചെയ്തൊരു ട്രേയിൽ ഞാൻ ഒരു ഇതുപോലത്തെ ഓട്ടപാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, എണ്ണ ഒക്കെ അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചുക്കപ്പം നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് ശരിക്കും. അപ്പോൾ ചുക്കപ്പം വെറുതെ ഉണ്ടാക്കാം കേട്ടോ. ബീഫൊന്നും കഴിക്കാത്തവർക്ക് ഇത് പ്ലെയിൻ ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ അതും നല്ലൊരു സ്നാക്കാണ്. പിന്നെ ബീഫ് കഴിക്കാത്തവർക്ക് ഇത് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ചുക്കപ്പം ബീഫ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഉമ്മ ഇത് എപ്പോഴും ഉണ്ടാക്കണ ഒരു സ്നാക്കാണ് ചുക്കപ്പം ബീഫും. ഉമ്മ ഭയങ്കര സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കണ കാണാം. ഞാനുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും. പിന്നെ വേറെ പണികളുടെ ഒക്കെ ഇടയിൽ അത്ര സ്പീഡൊന്നുമില്ല. എന്നാലും ഉമ്മ പറയണ പോലെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ആ പഴയ ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ സന്തോഷം. അങ്ങനെ ആ ഉരുട്ടി വെച്ച അപ്പങ്ങൾ എമ്പാടും ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. എണ്ണ ഒന്നും കൂടി ചൂടായി വരുമ്പോൾ നമുക്കിതിൽ ആ വറ്റിച്ച് വെച്ച ബീഫ് ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ ബീഫും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചുക്കപ്പത്തിൽ ചേർക്കുമ്പോൾ ഈ ബീഫ് കുറച്ച് നന്നായി ഫ്രൈ ആയി കിട്ടണം. കല്ല് പോലെ ആവണതിന് മുമ്പ് ഒന്ന് നിർത്താൻ നോക്കണം. പൊരിച്ച് ആ ഒരു കളറൊക്കെ മാറും, ഒരു സൗണ്ടും കേട്ട് തുടങ്ങും. അപ്പോൾ റെഡിയാണെന്നറിയാം. ഇനി ഇത് കോരി മാറ്റാം. കിച്ചൺ പേപ്പറിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം, കൂടുതലുള്ള എണ്ണ ഒക്കെ ഒന്ന് പോയി കിട്ടട്ടെ. എന്നിട്ട് ഈ ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് വറ്റൽമുളകും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് അതും കോരിയെടുക്കാം കേട്ടോ. ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പിലയും വറ്റൽമുളകിൻ്റെ മണം കൂടി കിട്ടുമ്പോൾ ശരിക്കും നല്ല രസമാണ്. അപ്പോൾ ഈ ചൂടായിരിക്കുമ്പോൾ തന്നെ ഒരിത്തിരി ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇതിട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും പാകത്തിന് ആ ഉപ്പ് കറക്റ്റായി കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചുക്കപ്പം വേറെ ബീഫ് ഫ്രൈ വേറെ വെച്ചിട്ട് സെർവ് ചെയ്യാം. പക്ഷേ ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടും കൂടി ഒപ്പം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു പഴയ കാലത്തെ മലബാർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ചായയും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക്. അപ്പോൾ എല്ലാവർക്കും ഷാന സ്പൈസസിൻ്റെ വക ഒരു ഹാപ്പി ടീ ടൈം. ചുക്കപ്പവും ബീഫ് ഫ്രൈയും കട്ടൻ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. ചുക്കപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും കുറച്ച് ഷെയർ ചെയ്യാനും മറക്കരുത്. ബിക്കോസ് ഷെയറിങ് ഈസ് കെയറിങ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത പ്രാവശ്യം കാണാം. ബൈ.